ഒരു കെമിക്കലും ഇല്ലാത്ത ഒരു സോപ്പാണത്. ഈ മനോഹരമായിട്ടുള്ള സൺറൈസ് എവിടെയാണെന്നറിയാമോ? ഇതാണ് സേതുമടൈ ചെക്ക് പോസ്റ്റ്, പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്കുള്ള ഫസ്റ്റ് എൻട്രി പോയിന്റ്. മുന്നേയും പലതവണ പറമ്പിക്കുളത്ത് വന്നിട്ടുള്ളത് കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഉള്ള ചെക്ക് പോസ്റ്റുകളെ പറ്റിയും എൻട്രി പോയിന്റുകളെ പറ്റിയും ഞാൻ ഇതിനു മുന്നേ ഉള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്ക് കിട്ടിയ കാഴ്ചയാണ് ബ്രൗൺ ഹെഡഡ് ബാർബറ്റ് അഥവാ ചെങ്കണ്ണൻ കുട്ടുറുവൻ. ഈ ഒരു പക്ഷിയുടെ കോള് പലരും കേട്ടിട്ടുണ്ടാവും. തൊട്ടടുത്തായിട്ട് തന്നെ താഴെ കിടക്കുന്ന മുളേരിയൊക്കെ കൊത്തി കഴിക്കുന്ന അരിപ്രാവ് അഥവാ സ്പോട്ടഡ് ഡൗനെയും കണ്ടു. ആള് രാവിലെ വയറ് നിറയ്ക്കുന്നതിൽ ബിസിയാണ്. അതിരാവിലെ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ കയറുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഒരുപാട് സൈറ്റിങ്ങിന് ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ്. കുറച്ചുകൂടി മുമ്പോട്ട് പോയപ്പോൾ ഒരാൾ മരത്തിൽ കിടന്ന് സർക്കസ് കാണിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതാണ് ഇന്ത്യൻ ജയൻറ്റ് സ്ക്വിരൽ എന്ന് വിളിക്കുന്ന മലയണ്ണാൻ. ആക്ഷൻ ഷോട്ട്സ്. ശരീരത്തിൻ്റെ അത്രയോ അല്ലെങ്കിൽ അതിനും മുകളിലോ വലിപ്പമുള്ള വാലുകളാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഇവരെ കാണാനും നല്ല ഭംഗിയാണ്. ഏകദേശം 1.5 മുതൽ 2 കിലോ വരെ തൂക്കം വരുന്ന മലയണ്ണാനാണ് റോഡൻ വർഗത്തിലെ ഏറ്റവും വലിയ ജീവികളിലൊന്ന്. ഇന്ത്യയിലുള്ള വനപ്രദേശങ്ങളിൽ മാത്രമാണ് മലയണ്ണാനെ കാണാറുള്ളത്. പകൽ സമയത്ത് പുറത്തിറങ്ങാൻ ഇഷ്ടപ്പെടുന്ന ജീവിയായതുകൊണ്ട് പലപ്പോഴും നമുക്ക് കാടുകളിൽ ഇവരെ സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റാറുണ്ട്. അപകടമുണ്ടാകുന്ന സമയത്ത് ബാക്കി അണ്ണാൻ വർഗത്തിൽപ്പെട്ട ജീവികളൊക്കെ ഓടി ഒളിക്കാൻ ശ്രമിക്കുമ്പോൾ മലയണ്ണാൻ മാത്രം പല സമയത്തും അനങ്ങാണ്ട് നിൽക്കാറാണ് പതിവ്. അധിക സമയവും മരങ്ങളിൽ തന്നെയാണ് ഇവർ ചെലവഴിക്കാറ്. മരങ്ങളിൽ കൂട് കൂട്ടാറുമുണ്ട്. പിടിക്കാൻ പറ്റില്ല, ഹോൾഡ് ചെയ്യാൻ. അതേ മരത്തിൽ നിന്നും കായ കഴിക്കാനായിട്ട് ബ്ലൂ വിങ്ഡ് പാരക്കീറ്റ് അഥവാ നീലത്തത്തയും ഹനുമാൻ ലങ്കൂർ എന്ന് നമ്മൾ വിളിക്കുന്ന ഗ്രേ ലങ്കൂറും ഉണ്ടായിരുന്നു. മുമ്പിലോട്ട് പോകുന്ന സമയത്ത് റോഡിൽ നമ്മളെ കാത്തു നിന്നത് 2 കാട്ടുപന്നികളായിരുന്നു. ഇന്ത്യൻ വൈൽഡ് പോർ. കാഴ്ചയിൽ അങ്ങനെ വലിയ വലിപ്പമൊന്നും തോന്നില്ലെങ്കിലും 90 മുതൽ 130 കിലോ വരെ ഭാരം വരാറുണ്ട് ഇവർക്ക്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആനിമൽസ് ആണ് ഇവർ. കാട്ടിലെ കർഷകരായിട്ടാണ് ഇവരെ കണക്കാക്കുന്നത്. പക്ഷേ നാട്ടിൽ ഇവർ കർഷകർക്ക് ഒരു ക്ഷുദ്രജീവിയാണ്. ഇന്ത്യയിൽ ഓൾമോസ്റ്റ് എല്ലായിടത്തും എല്ലാ കാലാവസ്ഥയിലും ഇവർ കാണപ്പെടാറുണ്ട്. മണ്ണ് കുത്തിയിളക്കി ഭക്ഷണം തേടുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ കാട്ടിൽ മണ്ണിൻ്റെ എയറേഷനായിട്ട് ഇവർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് കാരണം തന്നെ മരങ്ങൾ വളരാനും. ഒരുമിച്ചായി ഒരു കൂട്ടം മയിലിനെയാണ് നമ്മൾ അടുത്തതായിട്ട് കണ്ടത്. ഇന്ത്യൻ പീ ഫൗൾ. മുളയരി കഴിക്കാനായിട്ടാണ് ഇത്രയും എണ്ണം ഇവിടെ എത്തിയിരിക്കുന്നത് കേട്ടോ. ചെറുതുണ്ട്, കുഞ്ഞി കുഞ്ഞി. ഇത്ര മയിലത്. ദൂരെ ആ മരക്കൊമ്പിലിരിക്കുന്നത് കരിങ്കുരങ്ങ് എന്ന് വിളിക്കുന്ന നീൽഗിരി ലങ്കൂറാണ്. ഗ്രേ ലങ്കൂറിനെയും നീൽഗിരി ലങ്കൂറിനെയും ഒരുപോലെ കാണാൻ പറ്റുന്ന ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഒന്നാണ് പറമ്പിക്കുളം. 2 കൂട്ടരും ഉള്ളതുകൊണ്ട് ഇവർ തമ്മിൽ മേറ്റ് ചെയ്തിട്ടുള്ള ഹൈബ്രിഡ് സ്പീഷീസിനെയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. കിട്ടില്ല ഫോട്ടോ അവിടെ ഇരുന്ന് കേട്ടു. എപ്പോഴും മരത്തിൻ്റെ മുകളിലിരുന്ന് ബോറടിച്ചിട്ടാവണം റോഡിലിറങ്ങി റെസ്റ്റ് എടുക്കുകയാണ് ഈ ഒരു ആശാൻ. വണ്ടി വന്നതൊന്നും സാറിനൊരു പ്രശ്നമായിട്ടില്ല. മരത്തിൻ്റെ മുകളിലായിട്ട് പുള്ളിയുടെ ഫ്രണ്ട്സ് ഉള്ളതിൻ്റെ ലക്ഷണമാണ് ആ റോഡിലായിട്ട് കിടക്കുന്ന പൂവും മരത്തിൻ്റെ ചില്ലയും ഒക്കെ. നമ്മളിപ്പോൾ നിൽക്കുന്നത്
പറമ്പിക്കുളത്തെ ഇൻ്റർപ്രിറ്റേഷൻ സെൻറ്ററിനടുത്താണ്. സമയം കളയാണ്ട് നേരെ എലിഫൻറ്റ് സോങ് ട്രെക്കിന് പോവാണ്. എനിക്ക് ലെൻസ് മാറ്റാൻ കഴിയില്ല. തേൻകുതിച്ചി പരുന്ത് എന്ന് വിളിക്കുന്ന ഓറിയന്റൽ ഹണി ബസാർഡാണ് ഈ കാണുന്നത്. ക്രസ്റ്റഡ് ഹണി ബസാർഡ് എന്നും അറിയപ്പെടാറുണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തേനീച്ചയുടെ ലാർവകളും തേനും ഒക്കെയാണ് ഇഷ്ടഭക്ഷണം. തേനീച്ചകളുടെ അറ്റാക്കിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് തലയിലും കഴുത്തിലും ഒക്കെ എക്സ്ട്രാ തൂവലിൻ്റെ കോട്ടിംഗ് ഉണ്ടാവും. വേനൽക്കാലത്ത് ജപ്പാനിലേക്കും സൈബീരിയയിലേക്കും ഇവർ മൈഗ്രേറ്റ് ചെയ്യാറുണ്ട്. ഭൂമിക്കടിയിലുള്ള കൂടുകളിൽ നിന്നും ഭക്ഷണം തേടുന്നതിനായിട്ടുള്ളൊരു ഫീച്ചറാണ് നീളം കൂടിയ കഴുത്ത്. ലെപ്പേർഡിൻ്റെ കാഷ്ടവും മാർക്കിങ്ങുമാണ് ഈ കാണുന്നത്. അപ്പോൾ ആൾ ഇതുവഴി പാസ് ചെയ്ത് പോയിട്ട് ഒരുപാട് സമയം കഴിഞ്ഞിട്ടില്ല. വന്യമൃഗങ്ങളുടെ ഡെൻസിറ്റി പോലെ തന്നെ കാടിൻ്റെ ഭംഗി കൊണ്ടും പറമ്പിക്കുളം കേരളത്തിലെ ഏറ്റവും മികച്ച വന്യജീവി സങ്കേതങ്ങളിൽ ഒന്നാണെന്ന് നമുക്ക് സംശയമില്ലാണ്ട് പറയാൻ പറ്റും. ഇതാ വീണ്ടും പുലി പോയതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. മാർക്കിംഗ് ആന ദേഹം കൊണ്ടിരിക്കുന്നു. ഞാൻ ഓർഗനൈസ് ചെയ്ത വൈൽഡ് ലൈഫ് ട്രിപ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടിക്കാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. ചെറിയ ഗ്രൂപ്പ്സ് മാത്രമാണ് ഞാൻ സാധാരണ കൊണ്ടുപോകാറ്. അങ്ങനെ 5 പേരുടെ ഒരു ഗ്രൂപ്പായിരുന്നു ഇത്തവണ പ്ലാൻ ചെയ്തത്. 2 ലാസ്റ്റ് മിനിറ്റ് ക്യാൻസലേഷൻ ഉണ്ടായതുകൊണ്ട് 3 പേരുടെ ടീമായിട്ടാണ് ഞങ്ങൾ ഇത്തവണ വന്നത്. ഗൈഡായിട്ട് ആസ് യൂഷ്വൽ സെൽവൻ ചേട്ടൻ തന്നെയാണ് കൂടെ ഉള്ളത്. ഇങ്ങനെയുള്ള വലിയ മരപ്പൊത്തുകളിൽ പല സമയത്തും കരടി റെസ്റ്റ് ചെയ്യാനായിട്ട് ഇരിക്കാറുണ്ട്. കാടിനുള്ളിലായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ സെക്കൻഡിലും പലതരം പക്ഷികളുടെ സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടുകൊണ്ടേയിരിക്കും. ഇതാണ് കോമൺ ഹിൽ മൈന. കാട്ടുമൈന, മലമൈന എന്നൊക്കെ ഇവിടെ വിളിക്കാറുണ്ട്. ഹിൽ മൈന ഹ്യൂമൻ വോയിസ് നന്നായിട്ട് മിമിക്കാൻ കഴിവുള്ളൊരു പക്ഷിയാണ്. സാധാരണ മരത്തിൻ്റെ കൊമ്പത്താണ് കാണാറ്. എന്തോ ഒരു ഭാഗ്യത്തിന് തൊട്ടടുത്ത് കാണാനുള്ളൊരു ചാൻസ് കിട്ടി. നമ്മുടെ മലയണ്ണാൻ അഥവാ ഇന്ത്യൻ ജയൻറ്റ് സ്ക്വിറൽ. പോയി കാണാം. ധാരാളം ചിതൽപ്പുറ്റുള്ളത് കൊണ്ട് കരടി വരാൻ ചാൻസ് ഉള്ള ഒരു സ്ഥലമാണിത്. അവരുടെ ഫേവറേറ്റ് ഫുഡിൽ ഒന്നാണല്ലോ ഇതും. കരടിയുടെ കാഷ്ടമാണിത്. അപ്പോൾ ആൾ ഈ ഏരിയയിൽ തന്നെ ഉണ്ടെന്നുള്ളത് കൺഫേമാണ്.
സെല്ലാം ചേട്ടാ, എന്ത് കായാണിത്? ഇത് സോപ്പ് കായ എന്ന് പറയും, പൂച്ചക്കുരു എന്നൊക്കെ പറയും ഞങ്ങൾ. അതായത് 3 ആയിട്ട് ഒട്ടിയിരിക്കും, 3 സീഡ് ഒട്ടിയിരിക്കും പോലെ. അതിപ്പോൾ അടർന്ന് വന്നിരിക്കുകയാണ്. ഇത് നമ്മളൊരു കാലത്ത് അലക്കാനും കുളിക്കാനെല്ലാം ഇതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് നമുക്ക് കാലം മാറിയപ്പോൾ എല്ലാം മാറി. ഇത് നിങ്ങൾക്ക് പറയുന്നത് കാണിച്ചു തരാം, ചിലപ്പോൾ കാണാത്തവരുണ്ടാകും. ഒരു കെമിക്കലും ഇല്ലാത്ത ഒരു സോപ്പാണിത്. എത്രമാത്രം പതക്കണമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഈ സ്വർണ്ണപ്പണിക്കാരൊക്കെ ഇത് ഈ സ്വർണ്ണം കഴുകാൻ ഉപയോഗിക്കണമെന്നാണ് പറഞ്ഞത്, കെമിക്കലില്ലാത്തത് കൊണ്ട്. പേരെന്താ ഒന്നുകൂടെ പറഞ്ഞു? ഉറുവഞ്ചി എന്ന് പറയും, ഉറുവഞ്ചി എന്നും ഒരു പേരുണ്ട്. പിന്നെ പൂച്ചക്കുരു എന്ന് പറയും, 3 ഓട്ടിയിരിക്കുന്ന പൂച്ചക്കുരു. പിന്നെ സാപ്പിൻഡസ് എന്ന് പറയും. അതായത് സാപ്പി എന്ന് പറഞ്ഞാൽ ലാറ്റിൻ ഭാഷയിൽ സോപ്പ് എന്ന അർത്ഥം. അതിന് സാപ്പിൻഡസ് ട്രൈഫോളിയേറ്റ എന്ന് പറയും, ഈ 3 കുരു ഒട്ടിച്ച് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇല കായൊക്കെ പൊഴിഞ്ഞ ശേഷം പുതിയ ഇല വന്നിരിക്കുന്നു, ആ മരം. ഒരുപാട് വൈൽഡ് അനിമൽ ആക്ടിവിറ്റി ഉള്ളൊരു ഏരിയയാണിത്. വെള്ളവും റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള പാറപ്പുറവും ഒക്കെ ഉള്ളതുകൊണ്ട് ലെപ്പാർഡും ടൈഗറും അതുപോലെ ആനയും ഒക്കെ സ്ഥിരമായിട്ട് വരുന്ന ഒരു ഏരിയ. ഇവിടെ നമുക്ക് അവരുടെയൊക്കെ ട്രേസസ് കാണാനായിട്ടും പറ്റും. അടുത്തതായിട്ട് നമുക്ക് കിട്ടിയ ഒരു സൈറ്റിംഗ് ആണ് പ്ലം ഹെഡഡ് പാരക്കീറ്റ്. ഈ കാണുന്നത് പ്ലം ഹെഡഡ് പാരക്കീറ്റിൻ്റെ ഫീമെയിലിൻ്റെ നെസ്റ്റിംഗ് ആണ്. ആ കാണുന്ന മരപ്പൊത്തിനകത്ത് കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ഒരു ഫീമെയിൽ ബേർഡ് അതിനെ ഫീഡ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ നോക്കുമ്പോൾ കാണുന്നത്. ഹൈ ലെവലിലുള്ള കാഴ്ച അല്ലാത്തത് കൊണ്ട് കൂടിനകത്ത് സൂം ചെയ്ത് നോക്കാൻ പറ്റിയില്ല. പ്ലം ഹെഡഡ് പാരക്കീറ്റിൻ്റെ മെയിലിൻ്റെ തലയ്ക്ക് പിങ്കിഷ് പേർപ്പിൾ കളറാണ് വരുന്നത്. ഇത് കാരണമാണ് ഈ ഒരു പേര് അതിന് ലഭിച്ചതും. മലയാളത്തിൽ ഇതിന് പൂന്തത്ത എന്നാണ് പേര്. അകത്ത് കുഞ്ഞുണ്ടെങ്കിൽ ഫീഡിങ്ങിൻ്റെ സമയത്ത് ചെറുതായിട്ടെങ്കിലും തലയൊന്ന് പുറത്തിടുമെന്ന് ഞങ്ങൾ കുറേ സമയം വെയിറ്റ് ചെയ്ത് നോക്കി, പക്ഷേ കാര്യമൊന്നും ഉണ്ടായില്ല. അതുപോലെ നെസ്റ്റിംഗ് ആയതുകൊണ്ട് ചിലപ്പോൾ മെയിൽ വന്നാലോ എന്ന് ഞങ്ങൾ കുറച്ച് സമയം ചിന്തിച്ചു, പക്ഷേ അതും ഉണ്ടായില്ല. ഒരു കരടി ആ റോഡ് ക്രോസ് ചെയ്യുന്നു, നമ്മളത് കാണുന്നു. ചാറ പറ ഫോട്ടോ ഇങ്ങോട്ട് നോക്കുന്നടാ, ഇങ്ങോട്ട് നോക്കുന്നു. അയ്യോ ഓക്കെ. പറമ്പിക്കുളത്ത് ധാരാളം മയിലുകൾ ഉള്ളതുകൊണ്ട് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇവരുടെ പോസിങ്ങിന് പ്രത്യേകിച്ച് കുറവൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. മുമ്പോട്ട് പോകുമ്പോൾ പിന്നെ കണ്ടത് ഒരു കൂട്ടം പുള്ളിമാനെയാണ്. സ്പോട്ടഡ് ഡിയർ അല്ലെങ്കിൽ ചീറ്റൽ എന്നാണ് ഇവർ വിളിക്കാറ്. കോമൺ ആയിട്ടുള്ളൊരു അനിമലാണെങ്കിലും തെക്കൻ കേരളത്തിലെ കാടുകളിൽ ഇവരെ അധികം കാണാറില്ല. പുള്ളിമാനെയൊക്കെ കണ്ട് നമ്മളിപ്പോൾ നേരെ പോകുന്നത് ഇൻ്റർപ്രിറ്റേഷൻ സെൻറ്ററിൻ്റെ അടുത്തേക്കാണ്.
ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നടത്തുന്ന ആഫ്റ്റർനൂൺ ബസ് സഫാരിയാണ് നമ്മുടെ ലക്ഷ്യം. ഇവിടെ പാക്കേജ് എടുത്ത് സ്റ്റേ ചെയ്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സഫാരി നടത്തുന്നത്. വൺ ഡേയിൽ വരുന്ന ആൾക്കാർക്ക് ഇതിൽ പങ്കെടുക്കാൻ കഴിയാത്തതിൻ്റെ റീസൺ ഈ സഫാരി തിരിച്ചെത്തുമ്പോൾ രാത്രിയാകും എന്നുള്ളത് കൊണ്ടാണ്. 6 മണിയോടുകൂടിയാണല്ലോ ചെക്ക് പോസ്റ്റ് എല്ലാം ക്ലോസ് ചെയ്യുന്നത്. ഞങ്ങളിവിടെ ടെൻറ്റിൽ സ്റ്റേ ആയതുകൊണ്ടാണ് ഈ ഒരു സഫാരി എടുക്കാനായിട്ട് സാധിച്ചത്. ഒരു ടൂറിസ്റ്റായിട്ട് പറമ്പിക്കുളം വിസിറ്റ് ചെയ്യുന്നവർക്ക് പറ്റിയൊരു സഫാരിയാണിത്. പക്ഷേ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി താല്പര്യമുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ശരിക്കും കാടിനെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഇത് എൻജോയ് ചെയ്യാൻ പറ്റണമെന്നില്ല. സഫാരിയിൽ ഡെസിഗ്നേറ്റഡ് ആയിട്ട് കുറച്ച് സ്റ്റോപ്സ് ഉണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളിലാണ് നിർത്തുന്നത്. വൈൽഡ് അനിമൽ സൈറ്റിംഗ് കിട്ടാനും ചാൻസസ് ഉണ്ട്. ഇതാണ് ഗ്രേറ്റർ റാക്കറ്റ് ടെയിൽഡ് ഡ്രോങ്കോ. കാടുമുഴക്കി എന്നാണ് ഇവരെ വിളിക്കാറ്. ആനറാഞ്ചി പക്ഷികളുടെ വർഗ്ഗത്തിൽപ്പെടുന്ന ഏറ്റവും വലിയ പക്ഷിയാണിത്. റാക്കറ്റ് ഷേപ്പിലുള്ള 2 കമ്പിത്തൂവലുള്ളതാണ് ഈ ഒരു പേര് ഇവർക്ക് വരാനുള്ള റീസൺ. പല തരത്തിലുള്ള കോളുകളാണ് ഇവർക്കുള്ളത്. ആ കോളെല്ലാം നല്ല സൗണ്ടിലുമാണ് കേൾക്കുന്നത്. വേറെ പക്ഷികളുടെ കൂടെ ചേർന്നിട്ട് ഭക്ഷണം തേടാനാണ് ഇവർക്കിഷ്ടം. ദൂരെയായിട്ട് ഒരാൾ മുള വച്ചുള്ള ചങ്ങാടത്തിലിരുന്ന് മീൻ പിടിക്കുകയാണ്. ഇവിടെയുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് മീൻ പിടിക്കാനും മറ്റുള്ള വനവിഭവങ്ങൾ കളക്ട് ചെയ്യാനുമുള്ള അവകാശമുള്ളത്. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ബോട്ട് ലാൻഡിംഗ് ഏരിയയിലേക്കാണ്. വീട്ടിക്കുന്ന് ഐലൻഡിൽ സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടേക്ക് പോകാനുള്ള ബോട്ടും ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ടെൻറ്റഡ് നീഷ് പാക്കേജ് എടുക്കുന്നവർക്ക് ബാംബു റാഫ്റ്റിംഗ് ഇൻക്ലൂഡഡ് ആയിട്ടാണ് പാക്കേജ് വരുന്നത്. ഇതാണ് നീർക്കാക്ക എന്ന് നമ്മൾ വിളിക്കുന്ന ഇന്ത്യൻ കോർമറൻറ്റ്. കിന്നരി നീർക്കാക്ക എന്ന് വിളിക്കുന്ന ഗ്രേറ്റ് കോർമറൻസും കാക്കത്താറാവ് എന്ന് വിളിക്കുന്ന ലിറ്റിൽ കോർമറൻസും ഉണ്ട്. മീനാണ് ഇവരുടെ മെയിൻ ഭക്ഷണം. പിടിക്കുന്ന മീനിനെ മുഴുവനായി വിഴുങ്ങുന്ന കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഏർലി മോർണിംഗും ഈവനിങ് ടൈമും നമ്മളിവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ദൂരെയായിട്ട് കാണുന്ന ഈ ഒരു റിസർവോറിൻ്റെ തീരത്തെല്ലാം അനിമൽസ് വെള്ളം കുടിക്കാനായിട്ട് വരുന്ന കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കും. ആനയും കടുവയും പുലിയും എല്ലാം സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണിത്. പക്ഷേ വളരെ ദൂരത്തിലായതുകൊണ്ട് ബൈനോക്കുലർ വഴി കാണാനോ അല്ലെങ്കിൽ ടെലി ലെൻസ് വഴി ഫോട്ടോ എടുക്കാനൊക്കെ പറ്റത്തുള്ളൂ കേട്ടോ. ഇതാണ് പറമ്പിക്കുളം എംബാങ്ക്മെൻറ്റ് ഡാം. പറമ്പിക്കുളം ആളിയാർ ജലസേചന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഈ ഒരു ഡാമിലെ വെള്ളം കേരളത്തിലും തമിഴ്നാട്ടിലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും ഇറിഗേഷനും ഒക്കെ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഹോൾഡ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ വോള്യൂം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഡാമുകളിൽ ഒന്നാണ് പറമ്പിക്കുളം ഡാം. ഇതൊരു എംബാങ്ക്മെൻറ്റ് ഡാമാണ്, അതായത് മണ്ണ് കൊണ്ട് നിർമ്മിച്ച ഡാമാണ്. ഈ ഒരു ഡാമിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഈ ഡാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് തമിഴ്നാടാണെങ്കിലും ഉടമസ്ഥാവകാശം കേരളത്തിനാണ്. പറമ്പിക്കുളം ഡാമിൽ നിന്നും കന്നിമാരത്തേക്കിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ പോയത്. പോകുന്ന വഴിക്ക് റോഡ് സൈഡിലായിട്ട് ഇതാ നിൽക്കുന്ന ഒരു കൊമ്പൻ. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സിനും കാടിനെ സ്നേഹിക്കുന്ന ആൾക്കാർക്കും ഈ ഒരു സഫാരി ഇഷ്ടമാകാൻ ചാൻസ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ റീസൺ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന സൗണ്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ദാ നിൽക്കുന്നു അടുത്ത കൊമ്പൻ. എല്ലാ സഫാരി വെഹിക്കിളിലും ഒരു ഡ്രൈവറും നാച്ചുറലിസ്റ്റും ഉണ്ടാവാറുണ്ട്. അവർ പറഞ്ഞത് ഈ കാണുന്ന ആനകളെല്ലാം വൈകിട്ടാവുമ്പോഴേക്കും തിരിച്ച് റോഡിലേക്ക് കയറി നിൽക്കും എന്നാണ്. നമ്മൾ കാണുന്ന മൂന്നാമത്തെ കൊമ്പനാണിത്. കൊമ്പൻ നമ്പർ 4. സമയമെടുക്കും. അങ്ങ് ദൂരെയായിട്ടൊരു സാമ്പാടിയെ റെസ്റ്റ് എടുക്കുന്നുണ്ടോ? കാര്യമായിട്ട് എന്തോ ചോദിച്ച മയിലിനോട് ഇല്ല എന്ന് തലകുലുക്കി കാണിക്കുന്ന സാമ്പാടിനെ കണ്ടിട്ടുണ്ടോ? ഇതാണ് കോമൺ ഗ്രീൻ ഫോറസ്റ്റ് ലിസാർഡ്.
മലയാളത്തിൽ പച്ചയോന്ത് എന്നാണ് വിളിക്കാറ്. മേറ്റിംഗ് സീസൺ ആവുന്ന സമയത്ത് മെയിൽസിൻ്റെ ഹെഡ് ബ്രൈറ്റ് റെഡ് അല്ലെങ്കിൽ ഓറഞ്ച് ആവാറുണ്ട്. ഇത് ഇണയെ ആകർഷിക്കാനും സ്വന്തം ടെറിട്ടറി ഡിഫെൻഡ് ചെയ്യാനും അവർ യൂസ് ചെയ്യാറുണ്ട്. ഡേ ടൈമിലാണ് ഇവർ കൂടുതലും ആക്റ്റീവായിട്ടിരിക്കാറ്. മോസ്റ്റ്ലി മരങ്ങളിലും ചെടികളിലുമാണ് ഇവർ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ചെറിയ പ്രാണികളും ചിതലൊക്കെയാണ് മെയിൻ ഭക്ഷണം. ഇന്ത്യയിലും ശ്രീലങ്കയിലുമാണ് മെയിനായിട്ട് ഇവരെ കാണപ്പെടാറ്. മണ്ണിലുള്ള ചെറിയ ഹോളിൽ 10 മുതൽ 23 മുട്ട വരെ ഇവർ അറ്റ് എ ടൈം ഇടാറുണ്ട്. ചെറിയ നനവുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സോയിലാണ് ഇവർ അതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. വംശനാശ ഭീഷണിയൊന്നും നേരിടുന്നില്ലെങ്കിലും വനനശീകരണം ഇവരുടെ എക്കോസിസ്റ്റത്തെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. It's called Indian goat. Maximum male has 1500 kg. The female has 1000 kg. ഈ കാണുന്ന പറമ്പിക്കുളത്തെ വെയിറ്റിംഗ് ഷെഡിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടെയുള്ള ആദിവാസി ഊരുകളിലെ കുട്ടികളാണ് ഇതിനകത്തുള്ള ചിത്രപ്പണികളെല്ലാം ചെയ്തേക്കുന്നത്. കാടിനെ സംരക്ഷിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കാടിൻ്റെ മക്കളെന്ന് വിളിക്കാവുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റിയും സംരക്ഷിക്കുന്നത്. പറമ്പിക്കുളത്തുള്ള എല്ലാ ടൂറിസം ആക്ടിവിറ്റീസും അവരുടെ ഉന്നമനത്തിനും കൂടെ വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഒരു സഫാരി പാക്കേജിൽ ട്രൈബൽ കമ്മ്യൂണിറ്റീസിൻ്റെ ഓതൻറ്റിക് ഡാൻസ് പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു സഫാരി മാത്രമാണ് നൈറ്റ് ടൈമിൽ പറമ്പിക്കുളത്ത് കൂടി സഞ്ചരിക്കാനുള്ള ഒരേ ഒരു മാർഗം. ലക്ഷ്യം വൈൽഡ് അനിമൽ സൈറ്റിംഗ് തന്നെയാണ്. അങ്ങനെ ദൂരെയാണെങ്കിലും ആദ്യമായിട്ട് കണ്ടത് 2 കാട്ടാനകളെയാണ്. പിന്നീട് സ്പോട്ടഡ് ഡിയറിനെയും ഗോറിനെയും ഒക്കെ നമ്മൾ കണ്ടു. ഇത്തവണ നമ്മൾ സ്റ്റേ ചെയ്തത് ഇവിടെയാണ്. ടെൻറ്റഡ് റൂസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേ പാക്കേജാണിത്. ഒരു ടെൻറ്റിൽ 2 പേരാണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. 2000 രൂപയാണ് ഇതിന് ചാർജ് ചെയ്യുന്നത്. പക്ഷേ വേറൊരു ആക്ടിവിറ്റീസും ഇൻക്ലൂഡഡ് അല്ല, ഫുഡും ഇൻക്ലൂഡഡ് അല്ല. അങ്ങനെ ആവശ്യമുള്ളതെല്ലാം എക്സ്ട്രാ പേയ്മെൻറ്റ് നടത്തി നമുക്ക് ചെയ്തെടുക്കും. ഇവിടെ അടുത്ത് തന്നെ ഒരു ക്യാൻറ്റീൻ അവൈലബിൾ ആണ്. അഡീഷണൽ ആക്ടിവിറ്റീസ് നമുക്ക് ഇൻ്റർപ്രിറ്റേഷൻ സെൻറ്ററിൽ നിന്ന് പോയി ബുക്ക് ചെയ്യാവുന്നതാണ്. മിനിമൽ സൗകര്യങ്ങളാണ് ഉള്ളതെങ്കിലും രാത്രി ഇവിടുത്തെ ആ ഒരു സൈലൻസും അതിൽ വന്യമൃഗങ്ങളുടെ ചെറിയ ചെറിയ സൗണ്ട്സൊക്കെ കേൾക്കാനായിട്ട് ഭയങ്കര രസമാണ്. ബാത്റൂം കോമൺ ആയിട്ടാണ് വരുന്നത്. ആ കാണുന്ന ഒരു ബിൽഡിങ്ങിലാണ് ബാത്റൂം വരുന്നത്. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്നറിയാമോ? രാവിലെ എണീക്കുമ്പോൾ ഇവിടെ കാണുന്ന കാഴ്ച. ചുറ്റും മയിലുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്.
രാവിലെ നമ്മൾ ഇവിടുത്തെ പക്മാർക്ക് ട്രെയിലിന് പോവുകയാണ്. പെരുവാരി ഡാമിനടുത്തു നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് 2 സുഹൃത്തുക്കളെ കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്ന് തീർത്തറ നല്ല ഭംഗി. ഈ കാണുന്ന ജംഗ്ഷനിൽ നിന്നും റൈറ്റിലേക്ക് പോകുമ്പോഴാണ് പെരുവാരിപ്പല്ലം എത്തുന്നത്. ഇതൊരു ടീ പ്ലാന്റേഷൻ ഏരിയയാണ്. ഇതാണ് പെരുവാരിപ്പല്ലം ഡാം. ഇവിടെ കാണുന്ന ഐലൻഡിൽ പെരുവാരി ഐലൻഡ് സ്റ്റേ എന്ന് പറയുന്ന ഒരു പാക്കേജ് ഉണ്ട്. ട്രക്കിംഗ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഇങ്ങോട്ട് വരാൻ പറ്റില്ല അല്ലേ? നമുക്ക് സ്റ്റേ ഉണ്ടെങ്കിൽ വരാം. സ്റ്റേ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി എടുത്തിട്ട് വരാമല്ലോ. എനിക്ക് തോന്നുന്നു ട്രക്കിങ്ങിനെക്കാട്ടി കൂടുതൽ വണ്ടി. ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് ആദ്യം നമ്മൾ കാണുന്നത് ഇന്ത്യൻ റോളർ എന്ന് വിളിക്കുന്ന പനങ്കാക്കയാണ്. ബ്രൈറ്റ് കളേഴ്സ് ഉള്ള ഈ ഒരു ബേർഡ് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെയൊക്കെ വൺ ഓഫ് ദ ഫേവറേറ്റ്സ് ആണ് കേട്ടോ. ഈ ഒരു ട്രെക്കിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിന് മുന്നേ ഉള്ള പറമ്പിക്കുളം വീഡിയോസിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതോ ഒരു പ്രെഡേറ്റർ കില്ല് ചെയ്തൊരു മ്ലാവിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. അത്യാവശ്യം പഴക്കമുണ്ട് കേട്ടോ. ലെപ്പേർഡിൻ്റെ മാർക്കിംഗ് ഇവിടെയും കാണാനായിട്ട് പറ്റുന്നുണ്ട്. അടുത്തെവിടെയോ ഒരു ചെറിയ ആനക്കൂട്ടം ഉണ്ടെന്നാണ് തോന്നുന്നത്. പാസ് ചെയ്ത് പോയിട്ട് അധിക സമയം ആയിട്ടില്ല. ഊഹിച്ചത് വെറുതെ ആയില്ല. ദേ നിൽക്കുന്നു അതിൻ്റെ ഉടമസ്ഥൻ. ആളൊറ്റയ്ക്കല്ല കേട്ടോ. ആ മുളങ്കാടിൻ്റെ പുറകിലായിട്ട് വേറെയും ആൾക്കാർ നിൽക്കുന്നുണ്ട്. കുഞ്ഞിനങ്ങനെ അധികം പ്രായമൊന്നും ആയിട്ടില്ല. 3 പേരുടെ ഒരു ഗ്രൂപ്പാണിത്. അടുത്തൊന്നും വേറെ ആനകളെ കണ്ടില്ല. പക്ഷേ ഇതൊരു വലിയ ഗ്രൂപ്പിൻ്റെ പാർട്ടും ആവാം. വലിപ്പവും പ്രായവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ആ പുറകിലായിട്ട് പോകുന്ന വലിയ ആന മാട്രിയാർക്ക് ആവാനാണ് ചാൻസസ് കൂടുതൽ.
കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് അവർ പതിയെ ആ മുളങ്കാടിലേക്ക് കയറി പോവാണ്. നമുക്കും ട്രെക്ക് കണ്ടിന്യൂ ചെയ്ത് പോകണമല്ലോ. ഇവിടെ പഗ്മാർക്ക് ട്രെയിൽ എടുക്കുന്ന സമയത്ത് സ്ഥിരമായിട്ട് റെസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണിത്. ചെറിയൊരു ചെക്ക് ഡാമാണ് ഇവിടെ ഉള്ളത്. പലപ്പോഴും ഇവിടെ വെച്ച് ആനയും വേറെ വൈൽഡ് അനിമൽസിനെയൊക്കെ കണ്ടിട്ടുണ്ട്. ഇതാണ് കാട്ടൂഞ്ഞാലി എന്ന് വിളിക്കുന്ന വൈറ്റ് ബെലീഡ് ട്രീ പായ്. നാട്ടിൽ കാണുന്ന ഓലേഞ്ഞാലി അഥവാ റൂഫസ് ട്രീ പായുടെ ബന്ധുവാണ്. ബേസിക്കലി കാക്ക വർഗ്ഗത്തിൽപ്പെട്ട ആൾക്കാരാണ് കേട്ടോ ഇവരൊക്കെ. നീളത്തിലുള്ള വാലും കഴുത്തിലും വയറിൻ്റെ ഭാഗത്തും ഒക്കെ ആയിട്ട് വരുന്ന വെള്ള കളറുമാണ് ഇവരെ തിരിച്ചറിയാനുള്ള ഈസി ആയിട്ടുള്ള മാർഗം. കരടിയുടെ കാഷ്ടമാണ് ഈ കാണുന്നത്. ഞങ്ങൾ നേരത്തെ കഴിച്ച ബെറീസ് ഇല്ലേ, അത് കഴിച്ചിട്ട് കാഷ്ടിച്ചിട്ട് പോയിരിക്കുന്നതാണ്. ഇത് മണ്ണിൽ ലീക്ക് ആയിട്ടിരുന്നാണല്ലോ. ഇവിടെ ഇവിടെ മറ്റത് ആ ചെടിയില്ല. അത്ര കോമൺ അല്ലാത്ത കോമൺ കിങ്ഫിഷറാണിത്. മലയാളത്തിൽ ചെറിയ മീൻകുത്തി. നേരത്തെ നമ്മൾ കണ്ട 3 ആനകളുണ്ടല്ലോ, അവർ കറങ്ങിത്തിരിഞ്ഞത് ഇവിടെ എത്തിയിട്ടുണ്ട്. കുറച്ച് ഡ്രൈ സീസൺ ആയതുകൊണ്ട് തന്നെ വളരെ ചുരുക്കം സ്ഥലങ്ങളിലാണ് വെള്ളം അവൈലബിലിറ്റി ഉള്ളത്. ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്തിട്ടാണ് ഇവരെപ്പോഴും ട്രാവൽ ചെയ്യുന്നത്. സെൻറ്ററിൽ തന്നെ നിർത്തി. അത് ഏകദേശം അതിൻ്റെ പാതി വരുന്നവരെ കൂട്ടി നടക്കും സാറേ. നമ്മുടെ മണം കിട്ടി കാണും. കാട്ടുകൂട്ട് ഫ്രഷ് ഇന്നത്തെ ട്രെക്കിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിക്കും കിട്ടിയ കാഴ്ചകൾക്കൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല. ഒന്നിങ്ങോട്ട് നോക്കാടാ, സൈഡ് നോക്കാം, ഇങ്ങോട്ട് നോക്കണ്ടേ.
അപ്പുറത്ത് ഇതാണ് കോമൺ എമറാൾഡ് ഡോവ്. മലയാളത്തിലെ പേരെന്താണെന്നറിയോ? ഓമനപ്രാവ്. കളറ് കാരണം പച്ചപ്രാവെന്നും വിളിക്കാറുണ്ട്. ഇവരുടെ ചിറകിന് നല്ല തിളങ്ങുന്ന പച്ച കളറാണ്. തമിഴ്നാടിൻ്റെ സ്റ്റേറ്റ് ബേർഡാണ് കേട്ടോ ഇവർ. ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ള ഒരു ആൺമയിലാണ് ഇതായിരിക്കുന്നത്. അതിൻ്റെ പീലിയുടെ ഒരു റിച്ച്നെസ് ഉണ്ടായിരുന്നു. ഒരുപാട് പെൺമയിലുകളുടെ ക്രഷായിരിക്കും ഇദ്ദേഹം. ഇന്ത്യൻ ഗോർ. മലയാളം പേര് ഞാൻ പറയുന്നില്ല, അതെപ്പോഴും ഒരു ചർച്ചാ വിഷയമാണ്. പോവാന്നോ? ഒറ്റ സെക്കൻഡ് ഇങ്ങോട്ട് വയ്ക്കുക. ഫ്രെയിം നോക്കി കണ്ട അപ്പോൾ പറമ്പിക്കുളത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ആസ് യൂഷ്വൽ ഞാൻ പറയുന്നത് പോലെ വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. See you soon with the next one. Until then, adios amigos.